Welcome back to a new video, and today we will be dealing with the subject forensic medicine and toxicology. In that, ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ടോക്സിക്കോളജിയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് സെക്കൻഡ് ഇയറിലാണ് ഈ ഒരു ടോപ്പിക്ക് ജനറലി സ്റ്റാർട്ട് ചെയ്യുക. സെക്കൻഡ് ഇയറിൽ ഒരു സബ്ജക്റ്റാണ് നമ്മൾ FMT എന്ന് പറയും, ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി അല്ലേ. അപ്പോൾ ഈ ഫോറൻസിക് മെഡിസിൻ ആദ്യമേ നമ്മൾ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മൈൻഡിൽ സ്ട്രൈക്ക് ആവുന്നത് നമ്മൾ മൂവീസിലൊക്കെ കാണുന്ന കാര്യങ്ങളാണ് അല്ലേ. ക്രൈം മൂവീസിലൊക്കെ നമുക്ക് കാണാം എന്തെങ്കിലും ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യുന്നതോ, അല്ലെങ്കിൽ ലൈക്ക് ഫിംഗർ പ്രിൻറ്റിങ്ങോ DNA സാമ്പിൾ കളക്ട് ചെയ്യുമോ, എന്നിട്ട് അവർ അതിനെ അനലൈസ് ചെയ്തിട്ട് ഇന്ന ആളുടെ ഫിംഗർ പ്രിൻ്റാണിത്, അല്ലെങ്കിൽ ഇന്ന ഒരാളാണ് ഇത് ഈ ഒരു കൊല ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ കൺക്ലൂഷൻസിലോട്ടെത്തും. അപ്പോൾ എന്താണ് ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുന്നത്? നമ്മൾക്കറിയാവുന്ന മെഡിക്കൽ നോളജ് വെച്ച് ലീഗൽ ആസ്പെക്ട്സിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുക ഫോർ ദ പേർപ്പസ് ഓഫ് ജസ്റ്റിസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ എല്ലാം മെയിൻലി ഒരു ലൈക്ക് എന്താണ് എൻഡിങ് എന്ന് പറഞ്ഞാൽ ഫോർ ദ പർപ്പസ് ഓഫ് ജസ്റ്റിസ് ആണ്. അതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യണു? നമ്മുടെ മെഡിക്കൽ നോളജ് ഉപയോഗിച്ച് ബേസ്ഡ് ഓൺ സം പെർട്ടിക്കുലർ ലോ ആൻഡ് ഓർഡർ, അതായത് ലീഗൽ ആസ്പെക്ട്സിൽ നമ്മളതിനെ സോൾവ് ചെയ്തെടുക്കുക. അതിന് ഹെൽപ്പ് ചെയ്യുന്നൊരു ബ്രാഞ്ചാണ് ഈ ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ടോക്സിക്കോളജി? ഈ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഒരു 2 സെറ്റായിട്ടാണ് ഇതിൻ്റെ ഇൻട്രഡക്ഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കോണ്ടൻറ്റിൽ നമുക്ക് കാണാം. ഒന്നാമത്തെ ഫോറൻസിക് മെഡിസിനും സെക്കൻഡ് സെറ്റിലാണ് ടോക്സിക്കോളജി പറയുന്നത്. ടോക്സിക്കോളജിയിൽ നിങ്ങൾക്ക് അതിനകത്ത് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ തന്നെ നോക്കിയാൽ അറിയാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ചാപ്റ്റർ 22 ടോക്സിക്കോളജിയാണ്. ഇവിടെ തൊട്ടാണ് ആ ടെക്സ്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അതിനകത്ത് ഓരോ കണ്ടൻറ്റ് തുടങ്ങുന്നതും ബേസ്ഡ് ഓൺ പോയ്സൺസ് ആണ്. അതായത് അഗ്രികൾച്ചറൽ പെസ്റ്റിസൈഡ്സ്, അതായത് അതിൻ്റെ പോയ്സൺസ്, ഫുഡ് പോയ്സണിങ്, അങ്ങനെ റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ടോക്സിക്കോളജിയിൽ വരുന്നത്. ബിഫോർ ദാറ്റ് നമ്മൾ ഫോറൻസിക് മെഡിസിൻ എന്താണെന്ന് അറിയണം, ടോക്സിക്കോളജി എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് ഫോറൻസിക് ടോക്സിക്കോളജി. വാട്ട് ഈസ് ഫോറൻസിക് ടോക്സിക്കോളജി? ഭയങ്കര വലിയ ഡെഫിനിഷൻസിലൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് പറയാൻ ഡീൽസ് വിത്ത് ദ സോഴ്സ്, ഫിസിക്കൽ, കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഫാർമക്കോളജിക്കൽ ആക്ഷൻ, ടോക്സിൻ, സൈൻസ് ആൻഡ് സിംറ്റംസ് ഇൻ ഹ്യൂമൻ ബീങ്സ്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്, ഇതെല്ലാം അടങ്ങുന്ന ഒരു സംഭവം എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ നമ്മൾ സിംപ്ലി പറയുവാണെങ്കിൽ ഇങ്ങനെ പറയും, ഫോറൻസിക് ടോക്സിക്കോളജി deals with the medical and legal aspects of the harmful effects of chemicals on human beings. മെഡിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സ് നോക്കുന്നു. എങ്ങനെ? ഹാംഫുൾ ഇഫക്ട്സ് ഓഫ് കെമിക്കൽസ് കാരണം ഹ്യൂമൻ ബീങ്സിലുണ്ടാകുന്ന ഹാംഫുൾ ആയിട്ടുള്ള ഇഫക്ട്സിനെ ഡീൽസ് വിത്ത് ദ മെഡിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ഹാംഫുൾ ഇഫക്ട്സ് ഓഫ് കെമിക്കൽ ഓൺ ഹ്യൂമൻ ബീങ്സ്. അതാണ് ഫോറൻസിക് ടോക്സിക്കോളജി ഉദ്ദേശിക്കുന്നത്. ടോക്സിക്കോളജിയിൽ എന്തിനെ പറ്റിയാണ് മെയിൻ തന്നെ? പോയ്സൺസ് ആണ്. ഈ പോയ്സൺസ് എന്ന് പറയുമ്പോൾ ഫ്രം ദ ഏൻഷ്യൻ പീരീഡ് തൊട്ടേ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഡ്രഗ്സ് ഉണ്ടല്ലേ, ഇപ്പോൾ ലേറ്റസ്റ്റ് ഫോംഡ് MDMA പോലുള്ള പല പല വേരിയൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നാച്ചുറൽ സോഴ്സിൽ നിന്നാണ് പണ്ട് ഇതുണ്ടാക്കി വന്നത്. അതായത് നമ്മുടെ ഒപ്പിയം, കനാബിസ്, ഇതൊക്കെ നാച്ചുറൽ നമുക്കറിയാം. നമ്മൾ +2 നമുക്കൊരു ചാപ്റ്റർ ഉണ്ട് ഇതിനെപ്പറ്റി പഠിക്കാൻ അല്ലേ. ഇതിൻ്റെയൊക്കെ മെയിൻ പേർപ്പസ് എന്താണ്? ഇതൊക്കെ സെഡേറ്റീവ്സ് ആണ് ആക്ച്വലി. അതായത് നമ്മുടെ ഹോസ്പിറ്റൽ പേർപ്പസിന് ഇതിൻ്റെ ആവശ്യമുണ്ട്. അതായത് സർജറീസൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ഡയറക്റ്റ്ലി ഈ സിസർ എടുത്തും ഇതെടുത്ത് നമുക്കൊരാളുടെ ബോഡി കീറാനോ മുറിക്കാനോ പറ്റുമോ? ഇല്ല. അത് നമ്മൾ ചെയ്യുന്നൊരു കാര്യം, നമ്മളിവരെ അൺകോൺഷ്യസ് സ്റ്റേറ്റിലാക്കിയിട്ടായിരിക്കും ഇത് ചെയ്യുക. ഒന്ന് ഫുള്ളി ബോധം കളയല്ല, കോൺഷ്യസ് ആയിരിക്കും ആൾ, പക്ഷേ ഇതിൻ്റെ വേദനയൊന്നും അവരറിയത്തില്ല. അപ്പം നമ്മൾ ഈ സെഡേറ്റീവ്സ് കൊടുക്കും. ഇത്ര ഡോസ്, ഒരു ഡോസ് കൂടുതൽ കൊടുക്കുക, ഇറ്റ്സ് വെരി ഫേറ്റൽ, ഡേഞ്ചറസ് ഇഫക്ട്സ് ആയിരിക്കും അതുണ്ടാക്കുക. നമ്മൾ നമ്മൾ അനസ്തേഷ്യ കൊടുക്കുക എന്ന് പറയില്ലേ, അതൊക്കെ തന്നെ. അതിന് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ അതിന് ഡോക്ടേഴ്സ് ഉണ്ട് അതിന് തന്നെയായിട്ട്, അവരാണത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസിന് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അതായത് ലാസ്റ്റ് സ്റ്റേജൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി പെയിൻഫുൾ ടു സർവൈവ്. ലാസ്റ്റ് സ്റ്റേജ് ക്യാൻസറിന് ഓൾറെഡി നമ്മൾ പറയും അത്ര ക്യൂർ, ഒരു ഫസ്റ്റ് സ്റ്റേജൊക്കെ ആണെങ്കിൽ ഓക്കെ, ലാസ്റ്റ് സ്റ്റേജിലെത്താൻ ക്യൂർ അത്ര പോസിബിൾ അല്ല. അപ്പോൾ അവർ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും. അതിൽ നമുക്ക് കുറച്ച് അവരെ ഒന്ന് ആ ഒരു ലാസ്റ്റ് പീരീഡൊക്കെ അവരെ ഒന്ന് കുഴപ്പമില്ലാണ്ട് നിർത്തുന്നത് ഈ ടോക്സിക് ആയിട്ടുള്ള ഡ്രഗ് സബ്സ്റ്റൻസുകളാണ്. അത് ഈ ഒപ്പിയം, കനാബിസ് പോലുള്ള സാധനങ്ങളാണ്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അത് നമ്മൾ
എന്താണ് ഇത് ഇവർക്ക് കൊടുക്കാറുണ്ട്. മെഡിസിനൽ ഫോംസിൽ നമ്മളിത് കൊടുക്കും. പക്ഷേ ഇതിൻ്റെ കൾട്ടിവേഷൻ ഇന്ത്യയിൽ റെസ്ട്രിക്റ്റഡ് ആണ്. അതായത് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഇത് പറ്റത്തുള്ളൂ. അണ്ടർ ദ ഗവൺമെൻറ് കൺട്രോളാണ് ഇതിൻ്റെ കനാബിസ്, കഞ്ചാവൊക്കെ നമുക്കറിയാം അല്ലേ. അണ്ടർ ഗവൺമെൻറ് കൺട്രോളാണ് ഇതിൻ്റെ പ്രൊഡക്ഷനും ഫാമിങ്. അല്ലാണ്ട് ഇത് കൾട്ടിവേറ്റ് ചെയ്താൽ ലീഗൽ ആക്ഷൻസ് ഉണ്ടാകും നിങ്ങൾക്കറിയാം. നമ്മൾ ന്യൂസിലൊക്കെ അത് കേൾക്കുന്നതാണ്. അപ്പോൾ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഇതിനുള്ള കൾട്ടിവേറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉള്ളൂ. അപ്പോൾ കാരണം എന്താണ്, ഇത് നമുക്ക് പല പല ആവശ്യത്തിനും ഇതുപോലെ ഹോസ്പിറ്റൽ പേർപ്പസും സെഡേറ്റീവ്സ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്. പണ്ട് സമയത്ത് യുദ്ധകാലത്ത് ഇതുപോലെ വൂണ്ട് ഹീലിങ്ങിന് ഭയങ്കര പെയിൻഫുള്ളാണ് അല്ലേ. പണ്ടൊക്കെ വാറിൻ്റെ സമയത്ത് ഒത്തിരി വൂണ്ടൊക്കെ വരുമ്പം അങ്ങനെയാണ് ഇത് ആക്ച്വലി ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത്. അങ്ങനെ ആ സമയത്ത് ഇവർ പെയിൻ കില്ലേഴ്സായിട്ട് ഇത് കൊടുത്തു തുടങ്ങി. ലൈക്ക് ഇത് നമ്മൾ പെയിൻ അറിയത്തില്ലല്ലോ. അങ്ങനെയാണ് ഇതിൻ്റെ പഴയ ഹിസ്റ്ററി വരുന്നത്. നമുക്ക് ടെക്സ്റ്റ് ഇൻട്രൊഡക്ഷനിൽ അതൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഫോറൻസിക് മെഡിസിൻ്റെ ഹിസ്റ്ററിയും ടോക്സിക്കോളജിയുടെ ഹിസ്റ്ററി, എങ്ങനെയാണ് ഈ പോയ്സൺസ് വരുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള പണ്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ വായിക്കാം, നല്ലതാണ്, ജസ്റ്റ് ഫോർ യുവർ നോളജ്. അപ്പോൾ ഇപ്പോൾ എന്താ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ സൊസൈറ്റിയിൽ ഈ സാധനം റെസ്ട്രിക്റ്റഡ് ആണ് അല്ലേ. എല്ലാവർക്കും ആക്സസ് കിട്ടത്തില്ല. അത് തന്നെ എന്താണ് റൈറ്റ് ഇല്ലാണ്ട് നമ്മുടെ കൈ വെച്ച് ലീഗൽ ആക്ഷൻസ് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. അതായത് സിവിയർ ആയിട്ടുള്ള പണിഷ്മെൻറ്റ്സ് ഉണ്ട്. ലൈക്ക് ഫൈൻ അടയ്ക്കേണ്ടി വരും. കുറച്ച് ഇത്ര നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ട്. ഇത് നമ്മൾ പിടിച്ചു, ഡ്രഗ് സബ്സ്റ്റൻസ് കണ്ട് ഇങ്ങനെ കേസെടുത്തു എന്നൊക്കെ ന്യൂസിൽ നമ്മൾ കാണാറുണ്ട്. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് കയ്യിൽ വെക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റി ഇതിൻ്റെയൊക്കെ സ്ട്രക്ചറൽ ഫോമുല ഇപ്പോഴത്തെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ സ്ട്രക്ചറൽ ഫോമുല നമ്മൾ പഠിച്ചെടുത്തു. അതായത് എങ്ങനെയാണ് ഒപ്പി ഇരിക്കുന്നത്, എങ്ങനെയാണ് മോർഫിൻ ഇരിക്കുന്നത്, എങ്ങനെയാണ് കനാബിസ്, ഇതിൻ്റെ കെമിസ്ട്രി നമ്മൾ പഠിച്ചിട്ട് സിന്തറ്റിക്കലി ലാബിൽ ഇവർ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതാണിപ്പോൾ പലരും യൂസ് ചെയ്യുക. ലൈക്ക് MDMA ഒക്കെ അങ്ങനെ വന്ന സാധനങ്ങൾ. MDMA ഒന്നും നാച്ചുറൽ ഫോമിലുള്ളതല്ല. ഞാൻ പറയുന്നത് നാച്ചുറൽ ഫോമിലുള്ളത് നല്ലതാണെന്നല്ല, ബട്ട് എങ്ങനെയാണ് ഈ സിന്തറ്റിക് സബ്സ്റ്റൻസ് വന്നപ്പം കുറച്ചും കൂടെ നമ്മുടെ ഈ ഹാർംഫുൾ ഇഫക്ട്സ് കൂടി തുടങ്ങി സൊസൈറ്റിക്ക്. അപ്പം അങ്ങനെയാണ് ഇത് കുറച്ച് പിന്നെ അത് ഡേഞ്ചറസ് ആവുന്നു, അതിൻ്റെ അഡിക്റ്റീവായിട്ട് മാറുന്നു, അതിൻ്റെ സപ്ലയേഴ്സ് ആവുന്നു. അങ്ങനെ പുതിയ ജനറേഷനെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇത് വന്നു തുടങ്ങി. അതുകൊണ്ടാണ് ഇത്ര ആക്ഷൻ ഇതിനെതിരെ എടുക്കുന്നത്. ഓക്കെ, പിന്നെ ആഫ്രിക്ക പോലുള്ള എനിക്ക് തോന്നുന്നു വേറെ ഏതോ കൺട്രീസിൽ ഇത് ആക്ച്വലി ലീഗലൈസ്ഡ് ആണ്. വലിയ കുഴപ്പമില്ലാത്ത കൺട്രീസും ഉണ്ട്. ഓക്കെ, എനിവേസ് കമ്മിങ് ബാക്ക് ടു അവർ ടോപ്പിക്സ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടോക്സിക്കോളജിയാണ് അല്ലേ. ഫോറൻസിക് ടോക്സിക്കോളജി എന്ന് വെച്ചാൽ മെഡിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സിൽ ഹാർംഫുൾ ഇഫക്ട്സ് കെമിക്കൽസ് ഹ്യൂമൻ ബീങ്സിൽ ഉണ്ടാക്കുന്ന കാര്യം ഡീൽ ചെയ്യുക. അത്രയോളം ഈ പറയുന്നത്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ പോയ്സൺസ് ആണ്. വാട്ട് ആർ പോയ്സൺ? ദീസ് ആർ സബ്സ്റ്റൻസസ്. എന്ത് സബ്സ്റ്റൻസസ് ആണ്? When it is introduced into our body or into contact into the living body, it produces ill health, disease or death by its constitutional or local effects or both. Maybe അത് ലിക്വിഡ് ആവാം, സോളിഡ് ആവാം, ഗ്യാസ് ആവാം. സോ പോയ്സണസ് സബ്സ്റ്റൻസ്, അതായത് പോയ്സണസ് സബ്സ്റ്റൻസസ് നമുക്കറിയാം. റബ്ബറിൻ്റെ കൂടെ നമ്മൾ റബ്ബർ ഷീറ്റ് അടിക്കുമ്പം സൾഫ്യൂരിക് ആസിഡ്, ആക്ച്വലി അതൊരു പോയ്സണാണ്. സൾഫ്യൂരിക് ആസിഡൊക്കെ എടുത്ത് കുടിച്ച് ഒത്തിരി മരണ നിരക്കൊക്കെ കൂടിയ ഒരു സമയമൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ലിക്വറിൽ നമ്മൾ എത്തനോൾ, അതുപോലെ തന്നെ അത് നല്ലതല്ല, ഹെൽത്തിന് നല്ലതല്ല. അതൊക്കെ പോയ്സണസ് സബ്സ്റ്റൻസുകളാണ്. അതായത് ഇങ്ങനെയുള്ള ഈ സബ്സ്റ്റൻസ് ലിവിങ് ബോഡിയായിട്ട് കോണ്ടാക്റ്റ് വരികയോ ഉള്ളിൽ പോവുകയോ ചെയ്തിട്ട് ഇൽ ഹെൽത്ത് ഉണ്ടാക്കുക. അതായത് ഡിസീസ് സ്റ്റേറ്റിലോട്ട് ഒരാളെ മാറ്റുക. ലോക്കൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് ഒരാളുടെ മാറ്റി ഒരു സ്റ്റേജിലോട്ട് ഒരാളെ എത്തിക്കുന്ന സബ്സ്റ്റൻസുകളാണ് ഈ പോയ്സൺസ്, വിച്ച് മേ ബി എ സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ്. എനിവേസ്, so drugs are substances used for treatment of diseases which produce beneficial effects with minimum bad effects, and toxic effect in the form of structural damage or functional deficient occurring in a fetus when mother is exposed to an agent during pregnancy. അതായത് നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസ് നമ്മൾ പറയും ചില സബ്സ്റ്റൻസുകളൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ ചില മെഡിസിൻസ് തന്നെ കൊടുക്കത്തില്ല പ്രഗ്നൻസി സമയങ്ങളിൽ. കാരണം അത് ഫീറ്റസിനെയും കൂടി അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെയാണ് മറ്റേ നമ്മൾ പറയാറില്ലേ, എന്തായിരുന്നു UV റേസ് അടിക്കുമ്പം
മറ്റേ പണ്ടത്തെ വാറിൻ്റെയൊക്കെ കാര്യങ്ങൾ സ്റ്റിൽ ഇപ്പോഴും ഇവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് പല പല ഡീഫോമിറ്റീസാണ് വരുന്നത്. ഒന്നുകിൽ ഓർഗൻസോ അല്ലെങ്കിൽ എക്സ്റ്റേണലോ ഇൻറ്റേർണലോ ഡീഫോമിറ്റീസ് വരുന്നുണ്ട്, ആ റേസിൻ്റെ ആ ഒരു പ്രശ്നമൊക്കെ. ഇതെല്ലാം പോയ്സണസിൽ വരുന്നതാണ്, വിച്ച് കോസസ് ആൻ ചേഞ്ച് ഇൻ അവർ ഹെൽത്ത്, അല്ലെങ്കിൽ ഇഫക്ട്സ് ഉണ്ടാക്കുന്നത്, ഹെൽത്തിന് ഡിസീസ് സ്റ്റേറ്റ് ആക്കുന്നതൊക്കെ പോയ്സൺസ് ആണ്. ഓക്കെ, ഏജൻസ് എന്തായിരിക്കാം? ചിലപ്പോൾ മേ നോട്ട് ബി മദറിന് ഹാംഫുൾ ഉണ്ടാവത്തില്ലായിരിക്കാം, പക്ഷേ ഫീറ്റസിന് ഉണ്ടാകാൻ പോകുന്ന കുട്ടികൾക്ക് വരെ ഹാംഫുൾ ആകാൻ പറ്റുന്ന സാധനങ്ങളാണ് ഈ പോയ്സൺസിലൊക്കെ ഉള്ളത്. ദെൻ വാട്ട് ഈസ് ടോക്സിനോളജി? ടോക്സിനോളജി എന്ന് വെച്ചാൽ എന്താ? refers to toxins produced by living organism which are dangerous to man. അതായത് ലിവിങ് ഓർഗാനിസം ഉണ്ടാക്കുന്ന ടോക്സിൻസ് വിച്ച് ആർ ഡേഞ്ചറസ് ടു മാൻ, അതാണ് ടോക്സിനോളജി. അതായത് ചില സ്നേക്സ്, വെനംസ് ഭയങ്കര ഡേഞ്ചറസ് ആണ് അല്ലേ. പിന്നെ ചില പ്ലാന്റ്സ് പോയ്സൺസ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ സ്പൈഡേഴ്സ്, ബീസ്, ബാക്ടീരിയലോ ഫംഗൽ ടോക്സിൻസ്, ഇതെല്ലാം ഡേഞ്ചറസ് ആയിട്ടുള്ളതുണ്ട്. അതൊക്കെയാണ് ആ കാറ്റഗറിയിൽ വരുന്നത്. Then what is clinical toxicology? Deals with a human disease caused by or associated with abnormal exposure to chemical substances. അതായത് ഹ്യൂമൻസിൻ്റെ കാര്യം തന്നെയാണ്. അബ്നോർമലി കെമിക്കൽ സബ്സ്റ്റൻസുമായിട്ട് കോണ്ടാക്റ്റ് വരികയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വരുന്ന ഇഷ്യൂസിനെ ഡീൽ ചെയ്യാൻ ക്ലിനിക്കൽ ടോക്സിക്കോളജി എന്ന് പറഞ്ഞൊരു സംഭവം നമുക്കുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് ഫോർ റെഫറൻസ് ആണ് ഈ സ്ക്രീനിൽ കാണുന്നത്, ഈ ഒരു പാർട്ടിലുള്ള. ഓക്കെ, ഈ ഒരു പാർട്ടിലുള്ളത്. ഇനിയും നമുക്ക് ഓരോ പറയുന്നതനുസരിച്ച് നമുക്ക് അടുത്തടുത്ത ഓരോ പേജുകളിലോട്ട് പോകാം. ഇപ്പം ഞാൻ പറയുന്നത് ബേസിക്കലുള്ള കാര്യങ്ങളാണ്, ജസ്റ്റ് ഫോർ യുവർ നോളജ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ അറിയേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, എനിവേസ് നമുക്ക് കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, നമുക്ക് അടുത്തത് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് പോയ്സൺസ് ആണ്. പോയ്സൺസിനെ ക്ലാസിഫൈ ചെയ്യാം. ഞാൻ പറഞ്ഞു കണ്ടോ, ചാപ്റ്റർ 23 വരുന്ന അഗ്രികൾച്ചറൽ പോയ്സൺസ് ആണ്. വേറൊരു സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് തന്നെ നമുക്കതുണ്ട്. സോ ഓക്കെ, നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് പോയ്സൺസ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് പോയ്സൺസിൽ നമ്മൾ ആദ്യം പറയുന്നത് ബേസ്ഡ് ഓൺ എന്ത് ക്ലാസിഫിക്കേഷൻ? ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ചീഫ് സിംറ്റംസ് വിച്ച് ദേ പ്രൊഡ്യൂസ് ഓൺ ദ ബോഡി. അതായത് എങ്ങനത്തെ സിംറ്റംസ് ആണ് അവരുണ്ടാക്കുന്നത് നോക്കിയിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തുക. അതിൽ ഫസ്റ്റ് വരുന്നതാണ് കൊറോസീവ്സ്. കൊറോസീവ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഡിസ്ട്രോയ്സ് അല്ലെങ്കിൽ ഇറോഡ്സ് എ സർഫസ് വിച്ച് ഇറ്റ് കംസ് ഇൻ കോണ്ടാക്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് കൊറോസീവ് ഏജൻറ്റ്സ് നമ്മൾ. അതായത് ആ സബ്സ്റ്റൻസുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ, ആ സർഫസുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡേഞ്ചറസ് ഹാംഫുൾ ഇഫക്ട്സ് ഉണ്ടാക്കുന്നതിന് കൊറോസീവ്സ് എന്ന് പറയുന്നത്. ലൈക്ക് ആസിഡ്സ്, ആൽക്കലീസ്, ഇവരൊക്കെ കൊറോസീവ് സബ്സ്റ്റൻസ്. ആസിഡൊക്കെ ഭയങ്കര കൊറോസീവ് നേച്ചറുള്ള ആൾക്കാരാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ കൊറോസീവ്സിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് വരുന്നത് ആസിഡ്സ് ആണ്. ഈ ആസിഡ് സ്ട്രോങ് ആസിഡ്സ്, ഈ ആസിഡ്സ് തന്നെ പല ടൈപ്പാണ്. ലൈക്ക് 2 കാറ്റഗറീസ് ഉണ്ട്, ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക് ആസിഡ്സ്. ഇനോർഗാനിക് ആസിഡ്സ് അല്ലെങ്കിൽ നമ്മൾ മിനറൽ ആസിഡ്സ് എന്നായിരിക്കും പറയുക. ഇനോർഗാനിക് അല്ലെങ്കിൽ മിനറൽ ആസിഡ്സ് അതിലെന്തൊക്കെ വരും? സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്. നമ്മൾ ലാബിലൊക്കെ ചെയ്യുമ്പോൾ പറയാറുണ്ട് ആസിഡ്സ് മസ്റ്റ് ബി ടേക്കൺ വിത്ത് പ്രോപ്പർ കെയർ കൊടുത്ത യൂസ് ചെയ്യണം. അല്ലെങ്കിൽ വെറുതെ ചെന്ന് അതുകൊണ്ട് തൊടാനോ പിടിക്കാനോ ഒന്നും പാടില്ല. ഇറ്റ്സ് വെരി കൊറോസീവ് ആണ്. സൾഫ്യൂരിക് ആസിഡൊക്കെ ഇറ്റ്സ് എ കിങ് ഓഫ് ആസിഡ്സാണ് പറയുന്നത്. ഒന്ന് കയ്യിലൊന്ന് വീണ അല്ലെങ്കിൽ ഒരു ഒരു വുഡൻ കഷ്ണത്തെ വീണാൽ തന്നെ അത്രയും ദ്രവിച്ച് പോണ ഒരു വീണ പോലെ അങ്ങ് പോവും. കാരണം അവിടെ അത്രയും ലൈക്ക് വാട്ടറിനെ അത് ഇതാക്കി അബ്സോർബ് ചെയ്തുകൊണ്ട് പോവും. പിന്നെ അവിടെ ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ആഷസ് മാത്രം ഉണ്ടാവുള്ളൂ. സോ അതാണ് ഈ ഇനോർഗാനിക് ആസിഡ്സ്. അടുത്തതാണ് ഓർഗാനിക് ആസിഡ്സ്. ആസ് ഇനോർഗാനിക്കിൻ്റെ അത്ര ഇതാണോയെന്ന് വെച്ചാൽ അത്ര ഇല്ല, പക്ഷേ ദേ ആർ ഓൾസോ സ്ട്രോങ്, കൊറോസീവ് ആണ്. ലൈക്ക് കാർബോളിക് ആസിഡ്സ്, ഓക്സാലിക് ആസിഡ്, അസറ്റിക് ആസിഡ്സ് പോലുള്ള കാര്യങ്ങൾ. ഇതാണ് ആസിഡ് സെക്ഷൻസ്. പിന്നെ വരുന്ന കൊറോസീവ് ഞാൻ പറഞ്ഞു ആൽക്കലീസ് ആണ്. സ്ട്രോങ് ആൽക്കലീസ് ഉണ്ട്, ഹൈഡ്രേറ്റ്സ് ആൻഡ് കാർബണേറ്റ്സ് ഓഫ് സോഡിയം, പൊട്ടാഷ്യം, അമോണിയ. ഇതിൻ്റെയൊക്കെ ഹൈഡ്രേറ്റ്സും കാർബണേറ്റ്സും ഒക്കെ ഭയങ്കര ഹാംഫുൾ ആണ്. തേർഡ് ഗ്രൂപ്പിൽ വരുന്നതാണ് മെറ്റാലിക് സോൾട്ട്. മെറ്റാലിക് സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മെറ്റൽ അതിൻ്റെ സോൾട്ടുമായിട്ട് കമ്പൈൻ ചെയ്ത് വന്ന രീതി. അതായത് സിങ്ക് ക്ലോറൈഡ് അല്ലെങ്കിൽ ഫെറിക് ക്ലോറൈഡ്, CuSO4. CuSO4 ഒക്കെ നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഉള്ളിൽ പോയാൽ. സോ മെറ്റാലിക് സോൾട്ട് ഇതാണ് നമ്മുടെ കൊറോസീവിൽ വരുന്നത്. അടുത്തതാണ് ഇറിറ്റൻസ് എന്ന് പറയും അല്ലേ. വാട്ട് ആർ ഇറിറ്റൻസ്? ഇറിറ്റൻസ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ സെക്കൻഡ് വൺ കൊടുത്തിരിക്കുന്നത് ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് കൊറോസീവ്സ് ഉണ്ട്. സ്ട്രോങ് ആസിഡ്, സ്ട്രോങ് ആൽക്കലി, ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് ആസിഡ്സ്, മെറ്റൽസിൻ്റെ കാര്യം. ഇനി അടുത്താണ് ഇറിറ്റൻസ്. ഇറിറ്റൻസ് എന്ന് പറയുമ്പം അഗ്രികൾച്ചറിൽ വരുന്നതാവാം,
അഗ്രികൾച്ചറിൽ വരുന്ന ഇൻസെക്ടിസൈഡ്സും വീഡ് കില്ലേഴ്സ് വരും. അതുപോലെ ഇനോർഗാനിക് ഇറിറ്റൻസ് ഉണ്ട്. അതിനകത്താണ് മെറ്റാലിക് ആയിട്ടുള്ള ആഴ്സനിക്, ആൻറ്റിമണി, മെർക്കുറി, കോപ്പർ, ലെഡ്, സിങ്ക് ഇതെല്ലാം വരും. നോൺ മെറ്റാലിക്കിൽ ഫോസ്ഫറസ്, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ വരും. അടുത്ത ഗ്രൂപ്പാണ് മെക്കാനിക്കൽ. മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ പൗഡേർഡ് ഗ്ലാസ്, ഡയമണ്ടിൻ്റെ ഡസ്റ്റ്, ഹെയർ ഒന്നും കാണുന്ന പോലെയല്ല, ഉള്ളിൽ പോയാൽ ഇറ്റ്സ് ഓൾസോ ഇറിറ്റൻസ് ആണ്. ഇറിറ്റേഷൻസ് കോസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് ഓർഗാനിക് ഗ്രൂപ്പ്. ഓർഗാനിക്കിൽ നമുക്ക് വെജിറ്റബിൾ ആൻഡ് ആനിമൽ ഗ്രൂപ്പ് ഉണ്ട്. വെജിറ്റബിൾസിൽ നമുക്ക് ഓയിൽസ് പറയാം, ലൈക്ക് കാസ്റ്റർ ഓയിൽ, ക്രോട്ടൻ്റെ ഓയിൽ, അലോസ്. ആനിമൽ ആകുമ്പോൾ സ്നേക്ക് ബൈറ്റ്സ് ഒക്കെ ആനിമൽസ് ആണ്. സോ ഇറിറ്റൻസിൽ വരുന്ന ഇത്രയും ആൾക്കാരുണ്ട്. അഗ്രികൾച്ചറിലുണ്ട്, ഇനോർഗാനിക് ഉണ്ട്, നോൺ മെറ്റാലിക് ഉണ്ട്. പിന്നെ ഇനോർഗാനിക്കിലാണ് നോൺ മെറ്റാലിക്കും വന്നത്. ഓക്കെ, ഇനോർഗാനിക് വന്ന ആൾക്കാരുണ്ട്. പിന്നെ ആരൊക്കെയുള്ളത്? ഓർഗാനിക് ഗ്രൂപ്പ് ഉണ്ട്. ആൻഡ് ഫൈനലി ഓർഗാനിക്കിലെ വെജിറ്റബിൾസ് ആൻഡ് ആനിമൽസ്. ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. അടുത്ത തേർഡ് ഗ്രൂപ്പാണ് സിസ്റ്റമിക് പോയ്സൺസ്. സിസ്റ്റമിക് പോയ്സൺസ് എന്ന് പറഞ്ഞാൽ അഫക്റ്റിംഗ് ദ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യുക. നമ്മുടെ ബോഡിയിൽ കുറേ സിസ്റ്റം ഉണ്ട് അല്ലേ? റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്, CVS ഉണ്ട്, എക്സ്ക്രീറ്ററി സിസ്റ്റം ഉണ്ട്, സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റത്തെയൊക്കെ അഫക്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ സിസ്റ്റമിക് പോയ്സൺസ് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് വന്നത് അഫക്റ്റിംഗ് സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താ അതിനകത്തുള്ളത്? സെൻട്രൽ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് എന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് പറയാം അഫക്റ്റിംഗ് ദ ബ്രെയിൻ അല്ലെങ്കിൽ സെറിബ്രൽ പാർട്ടിനെ അഫക്റ്റ് ചെയ്യുക. അതിനകത്ത് നമുക്ക് CNS ഡിപ്രസൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓക്കെ, അതിനകത്താണ് ഈ വരുന്ന ഒപ്പിയം, അതിൻ്റെ ആൽക്കലോയിഡ്സും ബാർബിറ്ററേറ്റ്സ് ഒക്കെ വരുന്നത്. ഒപ്പിയൊക്കെ CNSനെയാണ്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനാണ് ഒപ്പിയത്തിൻ്റെ ഒക്കെ ആക്ഷൻ വരുന്നത്. അത് CNS ഡിപ്രസൻസ് ആണ്. ഇനി CNS സ്റ്റിമുലൻസ് ഉണ്ട്. നമ്മൾ സ്റ്റിമുലൻസ് ആയിട്ട് ജനറലി നമ്മൾ കാണുന്നൊരു സംഭവമുണ്ട്. എന്താണെന്നറിയോ? ആൽക്കഹോൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. ബിയർ, ആൽക്കഹോള്, അതുപോലെ കഫീനൊക്കെ ആണെങ്കിൽ സ്റ്റിമുലൻസ് ആണ്. ഓക്കെ, ആൽക്കഹോൾ, ക്ലോറോഫോം ഒക്കെ സ്റ്റിമുലൻസിൽ വരുന്ന ആൾക്കാരാണ്, CNS സ്റ്റിമുലൻസ്. അടുത്തൊരു ഗ്രൂപ്പാണ് ഡെലിറിയൻ പോയ്സൺസ്. ഡെലിറിയൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡെറ്റൂര, ബെലഡോണ അതൊക്കെ ഡെലിറിയൻ്റ് ആണ്. അതിനകത്ത് തന്നെ സെക്കൻഡ് നമ്മളിനി പറയുന്നത് ഇതൊക്കെ അഫക്റ്റിംഗ് ദ ബ്രെയിൻ ആണ്. ബ്രെയിനിനെ ആയിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. CNS വരുന്ന വേറെ സാധനമാണ് സ്പൈനൽ കോഡ്. സോ അഫക്റ്റിംഗ് ദ സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സ്പൈനൽ നെർവ്സിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ പഠിച്ച നക്സോമിക്കയില്ലേ, കാഞ്ഞിരെന്ന് പറയും നക്സോമിക്ക. ഓക്കെ, ദെൻ ജെൽസീമിയത്തിനൊക്കെ CNSൽ നല്ല ആക്ഷൻ ഉണ്ട്. മസ്കുലാർ ഇൻകോർഡിനേഷൻ, മസിൽസ് റെഫ്യൂസ് ടു ഒബേ ദ വിൽ, അങ്ങനെയൊക്കെ വരുന്നത് ജെൽസീമിയത്തിനാണ്. ഓക്കെ, ഇപ്പം നമ്മൾ സ്പൈനൽ നെർവ്സിനാണ്. അതുപോലെ തന്നെ വേറെ ഉണ്ട് പെരിഫറൽ നെർവ്സിനെ അഫക്റ്റ് ചെയ്യുന്നതുണ്ട്. ഓക്കെ, അഫക്റ്റിംഗ് ദ CVSനെ അഫക്റ്റ് ചെയ്യുന്നത് ഇനി അടുത്തൊരു വേറൊരു സെക്ഷൻ. ഇതൊക്കെ പറഞ്ഞാൽ CNS ആണ് ഇത്ര നേരം പറഞ്ഞത്. ഇതിനകത്ത് ബ്രെയിൻ വരാം, സ്പൈനൽ നെർവ്സ് അല്ലെങ്കിൽ സ്പൈനൽ കോഡിനെ വരാം, പെരിഫറൽ നെർവ്സിനെയൊക്കെ വരാം. ഇനി അടുത്തൊരു അഫക്റ്റിംഗ് എന്ന് പറയുന്നത് CVS ആണ്, കാർഡിയോ വാസ്കുലാർ സിസ്റ്റം ആണ്. ഡിജിറ്റാലിസ്, ഒലിയാൻഡർ അരളിയാണ്. ഓക്കെ, ഡിജിറ്റാലിസ്, അക്കോണൈറ്റ് ഒക്കെ ഭയങ്കര പോയ്സണസ് ആണ്. കിങ് ഓഫ് പോയ്സൺസിൽ വരുന്ന ആൾക്കാരാണ് അക്കോണൈറ്റ് ഒക്കെ, മോങ്ഷുട്ട്. ഓക്കെ, മൂന്നാമത്തേന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മൾ ഇറസ്പിറബിൾ ആയിട്ടുള്ള ഗ്യാസസ്, CO, കാർബൺ മോണോക്സൈഡും ഹൈമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്ത വെരി ടോക്സിക് ഇഫക്ട്സ് ആയിരിക്കും വരിക. CO2, കോൾ ഗ്യാസ്, ഇതൊക്കെ ഭയങ്കര ഇതാണ്. സോ അങ്ങനെയുള്ളവർ റെസ്പിറേറ്ററി വരും. ഇനി മിസ്ലേനിയസ് ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. ഇനി നമ്മൾ പോയ്സണിങ്, ബെറ്റ്യൂളിസം എന്നൊക്കെ നമുക്ക് പോയ്സണസ് ആയിട്ടുള്ള മിസ്ലേനിയസ് ആയിട്ടുള്ള കുറച്ച് സബ്സ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അക്കോർഡിംഗ് ടു ദർ മോർബിക് അനാറ്റമിക് മാനിഫെസ്റ്റേഷൻ. ഓക്കെ, മോർബിഡ് അനാറ്റമിക് മാനിഫെസ്റ്റേഷൻ വെച്ചിട്ട് നോ മോർഫോളജിക്കൽ ചേഞ്ചസ് ആർ പ്രസൻറ്റ് വിച്ച് ക്യാൻ ബി ആട്രിബ്യൂട്ടഡ് ടു ഡയറക്റ്റ് കെമിക്കൽ ആക്ഷൻ ബൈ ദ ടോക്സിക് ഏജൻസ്. അതിനകത്ത് വരുന്നതാണ് അക്യൂട്ട് CNS റെപ്രസൻസ് ആയിട്ടുള്ള ആൽക്കഹോൾ, സെഡേറ്റീവ്സ് എക്സെട്ര. കെമിക്കൽ ആസ്പിറൻസ് ആണ് CO and CN ഒക്കെ. ദെൻ ഓർഗാനോഫോസ്ഫേറ്റ്സ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ ആൽക്കലോയിഡ്സ് വരും. ദ അബ്നോർമാലിറ്റി സീൻ ആൻഡ് ഓട്ടോപ്സി റിസൾട്ട് ഫ്രം ഷോക്ക് ആൻഡ് ടെർമിനൽ അനോക്സിയ. ഓട്ടോപ്സി റിപ്പോർട്ട് നമുക്കറിയാം, ബയോപ്സി, ഓട്ടോപ്സി ഒക്കെ നമുക്കറിയാമല്ലോ. അത് ഈ റിപ്പോർട്ടിൽ നിന്നൊക്കെ നമുക്ക് ഈ ടോക്സിക് സബ്സ്റ്റൻസ്, ഇപ്പോൾ ഡെത്ത് ഒരാളുടെ കൺഫേം ചെയ്യണമെങ്കിൽ ഈ പോയ്സൺ ഉള്ളിൽ പോയിട്ടാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് ഈ ഓട്ടോപ്സി ഒക്കെ ചെയ്ത് നമുക്ക് കിട്ടും.
പിന്നെ ഇതിനകത്ത് പറയാനുള്ളത് സിസ്റ്റമിക് ലീഷൻ ആർ പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് ഇഞ്ചുറി അറ്റ് ദ പോർട്ടൽ ഓഫ് എൻട്രി. അതായത് അക്യൂട്ട് ഹെമലറ്റിക് പോയ്സൺസ്, ഹീമോലൈസിസ് ഉണ്ടാക്കാൻ പറ്റുന്ന പോയ്സൺസ് ഉണ്ട്. പിന്നെ സിസ്റ്റമിക് അല്ലെങ്കിൽ വിത്തൗട്ട് സിസ്റ്റമിക് ഇഞ്ചുറീസ് പോർട്ടൽ ഇഞ്ചുറീസ് വരാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ക്ലോറിൻ SO2 പോലുള്ള ആൾക്കാർ. പൾമണറി എഡീമ വന്ന് മേ ബി ഡെത്തൊക്കെ സംഭവിക്കുക അതിനകത്ത്. പിന്നെ ലോക്കൽ സിന്തറ്റിക് ഇഞ്ചുറീസ് കോസ് ചെയ്യാനായിട്ട് മെർക്കുറസ് ക്ലോറൈഡ്. അതൊക്കെയാണ് മോർബിഡ് അനാട്ടമിക് മാനിഫെസ്റ്റേഷൻ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് ഏജൻസ്. നേരത്തെ തന്നെ CNS അതിനകത്ത് വരാം, ലീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വരാം, ദെൻ പൾമണറി എഡീമ കോസ് ചെയ്ത് അല്ലെങ്കിൽ അക്യൂട്ട് വാസോ മോട്ടോർ കൊളാപ്സ് വരാം, ലോക്കൽ സിസ്റ്റമിക് ഇഞ്ചുറീസ്. ഇതെല്ലാം ക്ലാസിഫിക്കേഷൻ ഓഫ് പോയ്സൺസിൽ വരുന്ന. ഇനി പഠിക്കേണ്ടത് ലോസ് റിലേറ്റിംഗ് ടു പോയ്സൺസ് ആണ്. ലോസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് എന്തൊക്കെയുണ്ട്? പോയ്സൺ ആക്ട്. അതിനകത്ത് പോയ്സൺ ആക്റ്റിൽ OPM ആക്ട് പഠിക്കണം, ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്, ഫാർമസി ആക്ട്, ഡ്രഗ് കൺട്രോൾ ആക്ട്. കുറച്ച് ആക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്, അത് ഇമ്പോർട്ടൻ്റാണ്. പിന്നെ ഇതിന് മുന്നേ ഇവിടെ ആക്ഷൻ ഓഫ് പോയ്സൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഫൾമിനേറ്റിംഗ്, ക്രോണിക് എന്നൊക്കെ പറഞ്ഞു. പിന്നെ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ നമുക്കറിയാമല്ലോ. ഒന്നില്ലെങ്കിൽ ഗേഷ്യസ് ആയിട്ടുള്ളതാണ് ഇൻഹേറ്റ് വേപ്പേഴ്സ് ആയിട്ട് പോവാം, അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചക്ഷൻ ബ്ലഡ് വെസൽസ് ഇൻട്രാമസ്കുലാർ ഇഞ്ചക്ഷൻസോ അങ്ങനെ പോവാം. അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ടു എ വൂണ്ടുള്ള മുറിവുള്ളിടത്ത് അപ്ലൈ ചെയ്തിട്ട് ഉള്ളിലോട്ട് പോവാം, അല്ലെങ്കിൽ സെറസ് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ മ്യൂക്കസ് മെംബ്രെയിനായിട്ട് ബ്രോങ്കോ ട്രങ്കിയൽ മ്യൂക്കസ് മെംബ്രെയിൻ കൊടുത്തിട്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ഇൻടേക്ക് ഓഫ് ഫുഡ് വഴി കൊടുക്കുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഇൻ ടു ദ സ്റ്റൊമക്ക് ആവാം, അല്ലെങ്കിൽ നാച്ചുറൽ ഓറിഫൈസസ് ആയിട്ടുള്ള റെക്ടം, വജൈന, യുറേത്ര പോലുള്ള സ്ഥലത്താവാം. സ്കിന്നിൽ തന്നെ കൊടുക്കാൻ പറ്റുന്നവരും ഉണ്ട്. ലൈക്ക് അതായത് ചില ഇൻസെക്ടിസൈഡ്സും ഓർഗാനിക് ആയിട്ടുള്ള സോൾവെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ സ്കിന്നിൽ തന്നെ ഭയങ്കര ആക്ഷൻസ് കാണിക്കുന്നതാണ്. അങ്ങനെ പല രീതിയിലാണ് ഇതിൻ്റെ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. വൂണ്ടിലൊക്കെ സെപ്റ്റിക് ആവ്, അങ്ങനത്തെ ഇഞ്ചുറീസ് വന്ന് ഈവൻ പോയ്സൺസ് ഒക്കെ വന്ന് സെപ്റ്റിക് ആവാം. വൂൺസിൽ കൊടുക്കാറുണ്ട്, ഇൻട്രാമസ്കുലാർ ഇഞ്ചക്ഷൻസ് ആയിട്ട് കൊടുക്കാം, ഇൻഹെയിൽ ചെയ്തിട്ട് കൊടുക്കാം. പല രീതിയിലാണ് ഇതിൻ്റെ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വരുന്നത്. സോ ഇന്ന് നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. വാട്ട് ഈസ് പോയ്സൺസ്, വാട്ട് ഈസ് ടോക്സിക്കോളജി, പിന്നെ എങ്ങനെയാണ് ബേസിക്കലി എന്താണ് ടോക്സിക്കോളജി എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. സോ ടിൽ ദെൻ, ബൈ ബൈ, താങ്ക് യു.